കേരളത്തിൽ 2026 BJP അസംബ്ലി ഇലക്ഷനിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു വല്ലാത്തൊരു ചോദ്യമാണ്. കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷൻ, പിന്നീട് നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ, ട്രിവാൻഡ്രം പിടിച്ചെടുത്തു എന്ന് പറയുന്നു. ഉറപ്പായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കിട്ടി. ചില സെഗ്മെന്റിൽ, ചില പ്രത്യേക സ്ഥലത്ത് അവർ നേട്ടമുണ്ടാക്കി. പക്ഷെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് നോക്കുമ്പോൾ അവർക്ക് വോട്ടിംഗ് ഷെയർ കുറഞ്ഞു. BJPക്ക് വോട്ടിംഗ് ഷെയർ കൃത്യമായ രീതിയിൽ കണക്കെടുക്കുകയാണെങ്കിൽ, അതായത് കണക്കിലെ കളികൾ വെച്ച് നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ഷെയർ കുറഞ്ഞു. അപ്പം എൻ്റെ അഭിപ്രായം ആസ് എ ജേർണലിസ്റ്റ്, കാരണം കേരളത്തിൽ ലെഫ്റ്റ് വരുന്നു, റൈറ്റ് പോകും, UDF വരുന്നു, LDF വരുന്നു, പോകുന്നു, എത്രയോ വർഷം കൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നും പറഞ്ഞത് ആൾ BJP ഭരണത്തിൽ വരുമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇതൊക്കെ BJP കേരളത്തിൽ 2026 ഭരണത്തിൽ വരുമെന്ന് പറയുന്നവർ, അങ്ങനെ പലയിടത്ത് ജയിക്കുമെന്ന് പറയുന്നത് നോൺസെൻസാണ് പറയുന്നത്. കൃത്യമായിട്ട് വ്യക്തമായിട്ട് അങ്ങ് പറയാം. അതിന് കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളുണ്ട്. കേരളം ഒരിക്കലും ബീഹാറും ഉത്തർപ്രദേശും വെസ്റ്റേൺ ഇന്ത്യയും ഗുജറാത്തോ അതേപോലെ മഹാരാഷ്ട്രയൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കർണാടകയും അല്ല. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്. അതായത് അവിടെ BJP ആണെങ്കിലും RSS ആണെങ്കിലും ഈ പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണെങ്കിലും അതിനകത്തൊക്കെ പോകുന്ന ഒരു സോഷ്യലിസ്റ്റിക് മെൻറ്റാലിറ്റി ഉണ്ട്. അത് മാറ്റർ ചെയ്യും. അപ്പം എന്നോട് ചോദിക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായം അഭിപ്രായമാണ്. അതായത് എൻ്റെ ഒരു അസസ്മെന്റ് വെച്ച് പറയുവാണെങ്കിൽ BJPക്ക് അവർ പറയുന്നത് എങ്ങോട്ട് 30 സീറ്റ് കിട്ടുമെന്നൊക്കെ മുരളീധരൻ പറയുന്നത്. പക്ഷെ അത്രയൊന്നും അല്ല. BJPക്ക് ഒരു 10-12 സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം 10-12 സീറ്റ് BJPക്ക് കേരളത്തിൽ കിട്ടിയാൽ വലിയ സംഭവമാണത്, വലിയ മാറ്റം കൂടാണത്. കിട്ടുവാണെങ്കിൽ അവർക്ക് പലതും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു മെസ്സേജാണ് ഈ 2 LDFനും UDFനും കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ആ BJPയുടെ ഒരു ഇലക്ഷൻ പാറ്റേൺ, അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഈ ബീഫ്, അതായത് ഈ കേരള സ്റ്റോറി 2, അതേപോലെ തന്നെ കൗ പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സ്, RSSന്റെ ഹാർഡ് കോർ പൊളിറ്റിക്സ്, സംഘപരിവാറിന്റെ പൊളിറ്റിക്സ്, ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി. ഈ സംഭവം കൊണ്ടൊന്നും കേരളത്തിൽ BJP തൊട്ടുപോലും നോക്കത്തില്ല. തിരുവനന്തപുരത്ത് പോലും തോറ്റു. ഇപ്പൊ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു സീറ്റിലും ജയിക്കത്തില്ലെന്ന് ഞാൻ വേണേൽ കണക്കൂട്ടി പറഞ്ഞു തരാം. അത് ഞാൻ ഇതിന്റെ എൻഡിൽ പറയാം. എന്തുകൊണ്ടാ ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ, അതായത് BJP ആവിഷ്കരിക്കുന്ന അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ കൗ പൊളിറ്റിക്സ്, ഹിന്ദുത്വ പൊളിറ്റിക്സ്, ഗാന്ധിജിക്കെതിരെയുള്ള പൊളിറ്റിക്സ്, നെഹ്റുവിനെതിരെയുള്ള പൊളിറ്റിക്സ്, ഇത് കേരളത്തിൽ ഓടത്തില്ല. 100% ഓടത്തില്ല. ഇപ്പം കേരളത്തിലെ BJPയുടെ നേതാവായ PC ജോർജ് അത് മത്സരിക്കാൻ പോവാന്ന് പറഞ്ഞ് പൂഞ്ഞാർ സീറ്റില് ഒരു കാര്യം പറയാം. അയാൾ പറഞ്ഞു, ഇന്ന് മഹാത്മാഗാന്ധിജി ഒന്നും ചെയ്യാത്തയാള് പൊട്ടനാണ്, വട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ വോട്ടേഴ്സ് എന്ന് പറയുന്ന ഈ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, ഇതൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യ പറഞ്ഞ ഇവിടെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വിശ്വസിക്കും. കാരണം നിങ്ങൾക്ക് നരേറ്റീവ്സ് ഉണ്ടാക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധിജി ഒന്നുമല്ല. മഹാത്മാഗാന്ധി പൊട്ടനാണ്. അതേപോലെ കേരളത്തിലെ ഗവർണർ ആർലേക്കർ പറഞ്ഞു, അതായത് ഹിന്ദുവിലെ ഡിസ്ക്രിമിനേഷൻ, അതായത് ജാതീയത കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. അത് ഈ പറയുന്ന ഗോവയെ വിശ്വസിക്കുമായിരിക്കും. അയാൾ വെറും പൊട്ടനായിട്ടല്ലേ പറയുന്നത്. ലോകത്ത് ഒരു ബോധമുള്ള ഏതെങ്കിലും മലയാളി വിശ്വസിക്കൂ ഇന്ത്യയിലെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂ. അപ്പൊ അയാൾക്ക് അത്രേ ഉള്ളൂ ബോധം. അപ്പൊ ഇതൊന്നും ബേസിക്കലി കേരളത്തിൽ റിജക്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്സ് അക്സെപ്റ്റ് ചെയ്തില്ല.
അപ്പോൾ ആർലേക്കറോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അയാളുടെ ഈ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ഒരു താഴേക്കിട, മൂന്നാം കിട രാഷ്ട്രീയക്കാരനേക്കാളും കഷ്ടമായിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം ചരിത്രത്തെ മുഴുവനും വളച്ചൊടിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കേരളത്തിൽ പോയിട്ട് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് വോട്ടേഴ്സ്. അവരുടെ മുമ്പിൽ നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചാൽ ഗാന്ധിജി മോശമാണെന്ന് പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പി സി ജോർജ് മോനും തോറ്റുപോകും. കാരണം അത് അക്സെപ്റ്റഡ് അല്ല. അതായത് ബീഫ് നിങ്ങളുടെ വായിലോട്ട് കുത്തിക്കയറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. കാരണം ബീഫ് ഈറ്റേഴ്സാ, അവർക്കറിയത്തില്ല ഇങ്ങനെ സംഭവം ഉണ്ടാകുന്ന കാര്യമല്ലെന്ന്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ തന്നെ ഒറീസയിൽ പാസ്റ്റർമാരെ ചാണകം തീറ്റിച്ചു, ആൾക്കാർ വിശ്വസിക്കും. കാരണം അവരത് കണ്ടതാ, കാരണം അത് ഉണ്ടാകും. കാരണം നോർത്ത് ഇന്ത്യ അതാണ്. ഇതേപോലെ അന്ധവിശ്വാസവും സൂപ്പർട്ടീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളും ഇതേപോലെ ആയിരക്കണക്കിന് ഇതേപോലെ ബാബാമാരും അന്ധന്മാരും അന്ധമായി വിശ്വസിക്കുന്നവരും ഒക്കെ ഉള്ളത് കൊണ്ട് അവരിതങ്ങ് വിശ്വസിച്ചു പോകും. കാരണം അവരിത് കാണിക്കുമ്പോൾ മറ്റുള്ളവരും വിശ്വസിക്കും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കരുത് ചാണകത്തിൻ്റെ അകത്ത് പ്ലൂട്ടോണിയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചാണകം ഉപയോഗിച്ച് അതിൻ്റെ അകത്തുനിന്ന് ക്യാൻസറിൻ്റെ മെഡിസിൻ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത പ്രാവശ്യം BJP സർക്കാർ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ചാണകത്തെ പറ്റിയുള്ള വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് അതിനകത്തുനിന്ന് മെഡിസിൻ ഉണ്ടാക്കി തരാം എന്ന് BJPയുടെ നേതാക്കൾ കേരളത്തിലെ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തുവാണെങ്കിൽ അവരോട് നിങ്ങൾ തീരുക. കാരണം ചാണകം എന്താണെന്നും പശു എന്താണെന്നും പശുക്കുട്ടി എന്തുവാണെന്നും എരുമ എന്താണെന്നും പോത്ത് എന്തുവാണെന്നും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതിന് ബീഫ് എങ്ങനെ, അതിനകത്ത് പാലാണെങ്കിലും ചാണകം എവിടാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ജനങ്ങൾക്കറിയാം. അതിനകത്തുനിന്ന് ഒരു മെഡിസിനും ഒരു കുന്തം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും അറിയാം. അത് വളമായിട്ട് ഉപയോഗിക്കാമെന്ന് അറിയാം. അത്രയേ ഉള്ളൂ. അതാ പറയുന്നത് നോർത്ത് ഇന്ത്യനും വെസ്റ്റേൺ ഇന്ത്യൻ പൊളിറ്റിക്സും ഈ ഹാർഡ് കോറായിട്ടുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒന്നും കേരളത്തിലെടുത്ത് വീശിയത് നിങ്ങൾ അബദ്ധമാണ്. നിങ്ങൾ ഒരു സീറ്റിലും ജയിക്കത്തില്ല, ഒരു സീറ്റിൽ പോലും ജയിക്കത്തില്ല. കാരണം അവിടെയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ഈ നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും ആരാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത്, ഹിന്ദു കമ്മ്യൂണിറ്റി, അവർക്കറിയാം നിങ്ങൾ പറയുന്ന കള്ളവോ. കാരണം ഒരു കാരണവശാലും ഒരു മലയാളിയും പറയത്തില്ല ഗാന്ധിജി ഇന്ത്യയെ പൊട്ടനാണെന്ന്. അതായത് PC ജോർജ് എന്ന് പറഞ്ഞ മരപ്പൊട്ടനെ പറയത്തുള്ളൂ. കാരണം അത് കേൾക്കുമ്പോൾ, ഇത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ, അതായത് കാല് മാറി ലോകത്തെ വായി തൂന്ന് എല്ലാം വിളിച്ച് പറയുന്ന ഒരാളാണ് PC ജോർജ്. അയാളെ കൊണ്ടേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും BJPയുടെ ഉന്നത നേതാക്കന്മാർ നാഷണൽ ലെവലിൽ ഏതെങ്കിലും സ്റ്റേറ്റ് ലെവലിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? കാരണം അവർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം PC ജോർജിനെ പോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡർ ഇത് പറയുമ്പോൾ അവിടെയുള്ള BJPക്കാർ ഇത് തള്ളി പറയണം. അപ്പോൾ തള്ളി പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് ഉണ്ടാവുന്നത്. അത് ഒരിക്കലും അതിനെ അനുകൂലിക്കരുത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. പിന്നീടൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ ഹിന്ദുത്വ പൊളിറ്റിക്സ് അത് ഗെയിം കളിക്കുമ്പോൾ അത് നോർത്ത് ഇന്ത്യ സക്സസ് ആയിരിക്കും. മനസ്സിലാക്കുക, നോർത്ത് ഇന്ത്യ പോലും കഴിഞ്ഞ ഈ ബീഹാർ ഇലക്ഷനിലാണെങ്കിലും മറ്റു പല അസംബ്ലി ഇലക്ഷനിലാണെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് BJP മനഃപൂർവ്വം ഗെയിം കളിച്ചില്ല. കാരണം അവർക്കറിയാതെ ഇറോഷൻ വന്നുകൊണ്ട് താപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്തിൽ പോലും ബീഫിൻ്റെ പൊളിറ്റിക്സ് കയറി കളിക്കത്തില്ല. കാരണം അവർക്കറിയാം ഈ സംഭവങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല, ഇത് ഇത്രയേ ഉള്ളൂ, ഒരു പരിധി കഴിഞ്ഞാൽ ആ പൊളിറ്റിക്സിന് വിരാമം ഇടുകയാണ്. അത് കേരളത്തിലോട്ട് എടുത്തു വന്ന് ഫൈറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് പറയാം BJPക്ക് സ്ഥാനമില്ല. കാരണം ജയിക്കാൻ പറ്റത്തില്ല. ഇത്രയും വർഷം BJP ഇതേപോലെയുള്ള ഹിന്ദുത്വ പൊളിറ്റിക്സും പശുവിൻ്റെ പൊളിറ്റിക്സും ചാണകത്തിൻ്റെ പൊളിറ്റിക്സും മഹാത്മാഗാന്ധിജിയെ തെറി വിളിച്ചിട്ട് നിങ്ങൾ കേരളത്തിൽ മത്സരിച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വോട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മനസ്സിലാക്കുക ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ്. അതായത് എന്താണ് മോദി ഇന്ത്യക്ക് ചെയ്ത പ്രത്യേകത, അതാണ് എടുത്ത് മുമ്പോട്ട് വരേണ്ടത്. എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മാറ്റിയെടുത്ത് അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കേരളത്തിൽ ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും, അതായത് UDF LDF ഭരിച്ചിട്ട് കേരളത്തിലുണ്ടായ മൂല്യച്യുതി എന്താണ്, ഇതൊക്കെയാണ് വിഷന്റെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിച്ച് നിങ്ങളത് എടുത്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഈ പറയുന്ന ഹാർഡ് കോറായിട്ട് ഈ RSSന്റെ രീതിയിലുള്ള ഗെയിം പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഞാൻ കൃത്യമായിട്ട് പറയാം
കേരളത്തിലെ ക്രൈസ്തവർ, ചില ആൾക്കാരൊക്കെ ഈ പറയുന്ന പല സ്ഥാനത്തിന് ന്യൂനപക്ഷ മോർച്ച, ആ മോർച്ച, ഈ മോർച്ച, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് പ്രത്യേക കാരണങ്ങളൊക്കെ കിട്ടി നോക്കിയിരിക്കുന്നു. പല പൊളിറ്റിക്കൽ പാർട്ടി ചാടിയിട്ട് ഒരു പ്രയോജനമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരും, അവരെല്ലാം വോട്ടെന്ന് പറയുന്നത് നിഷ്പക്ഷ, അവർ വോട്ട് ചെയ്യണം, അവരെ സ്വാധീനിക്കണം. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നന്നായിട്ടറിയാം. അത് ഒരു പള്ളിയിൽ അച്ഛനും കാത്തലിക്കിലും ഒരു ബിഷപ്പും വന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഒരു വോട്ട് ചെയ്യുമെന്ന്. ഇതൊക്കെ ചുമ്മാ ധാരണയാണ്. കിരൺ റിജിജു പോയിട്ട് പാലായി പോയിട്ട് മെത്രാന്മാരെ ആർച്ച് ബിഷപ്പിനെയും കണ്ടാൽ ധരിക്കരുത് ഇത് വോട്ടാകുമെന്ന്. ഈ പറയുന്ന ബിഷപ്പ് എന്നും പറഞ്ഞാൽ പഴയ രീതിയിലൊക്കെ പറയും, ബിഷപ്സും അവരൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യും. മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഓരോ വീടുകളിൽ നിന്ന്, ഓരോ ക്രൈസ്തവ വീടുകളിൽ നിന്ന് അവരുടെ പല ബന്ധുക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഇവരൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, സെറ്റിലായവരുണ്ട്. ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണം കൃത്യമാണ്. ഈ സംഭവം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാരണം, ഇപ്പം നിങ്ങളിപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത്ര സീറ്റ് കിട്ടും, ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം തിരുവനന്തപുരത്തിൻ്റെ കണക്കെടുക്കും മനസ്സിലാക്കുക. തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ സിറ്റിയും അതുമായി ചേർന്ന കോൺസ്റ്റിറ്റ്യുവൻസി, നാടാർ വോട്ടുകൾ ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവിടെ CPM-ന് മുമ്പിൽ നിൽക്കാൻ അവിടെ കോൺഗ്രസ് പാർട്ടി ഇല്ല. പിന്നെ ചോയ്സ് എന്താണ്? ഉറപ്പായിട്ടും പിന്നെ BJP ഉള്ളു ചോയ്സ്. അങ്ങനെ BJPക്ക് വോട്ട് ചെയ്തവരുണ്ട്, CPM-കാർ വോട്ട് ചെയ്തവരുണ്ട് ഇഷ്ടം പോലെ. കാരണം അവരെ തോൽപ്പിക്കാൻ, ഇതിന് ഫർദർ കൊണ്ടുപോകണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർ. അല്ലാതെ അത് BJPയുടെ മാത്രം വോട്ടാണ് ധരിക്കരുത്, തെറ്റാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രത്യേകം നാടാർ വോട്ടിൽ, അതിൻ്റെ അകത്ത് ഒരു നാടാർ വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചാണ്, ഞാൻ പഠിച്ചൊരു ടോപ്പിക്ക്. അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയുമുണ്ട് ഹിന്ദുക്കളുമുണ്ട്. ഒരു വീട്ടിൽ തന്നെ ക്രിസ്ത്യനുമുണ്ട്, രണ്ട് വിശ്വാസികളും കല്യാണമൊക്കെ കഴിച്ച്. കാരണം അവർ ഒരുമിച്ചാണ്, കാരണം നാടാർ കമ്മ്യൂണിറ്റിയാണ് ആ സംഭവം. കഴിഞ്ഞ 15 കൊല്ലം കൊണ്ടുണ്ടായ സംഭവം, ഈ പറയുന്ന നാടാർ ഹിന്ദുക്കൾ ഒരു വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെത്ര പേര് ഹിന്ദു വിശ്വാസത്തിലുണ്ടെന്ന് നിങ്ങൾ പോയി കണക്കെടുക്കുക. അതിനകത്തൊരു 90% നാടാർ ഹിന്ദുക്കൾ ഈ ക്രിസ്ത്യൻ വീട്ടിൽ താമസിക്കുന്നവര് പെന്തക്കോസുകാരായി. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പല കൺവെൻഷൻ്റെ അകത്തും നിങ്ങൾ ഈ പലയിടത്തും പോകും ഇത്രയും ആൾക്കാരുള്ളത്. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നിങ്ങളിതിൻ്റെ കണക്കെടുക്കുക. അപ്പൊ ഉദ്ദേശിക്കുന്നുണ്ടോ, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ നാടാർ കമ്മ്യൂണിറ്റി ചിലപ്പോൾ BJPക്ക് വോട്ട് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം, കാരണം അപ്പുറത്ത് ചോയ്സ് ഇല്ല. പക്ഷെ നിയമസഭാ ഇലക്ഷൻ അതായിരിക്കത്തില്ല. അവരെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും? അവരുടെ അടുത്ത് ഹാർഡ് കോർ ഹിന്ദുത്വയും പരിപാടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്തൊന്നുമില്ല. അവരീ പറഞ്ഞ ഗാന്ധിജിയും നെഹ്റുവിനെയും തെറി വിളിച്ച് അവരുടെ അടുത്ത് വോട്ട് ചെയ്യത്തില്ല. അവരുടെ മുമ്പിൽ പോയിട്ട് ബീഫ് വായിൽ കുത്തിക്കയറ്റുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്തൊന്നുമില്ല. അതായത് ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ആയിട്ട് ഇങ്ങ് മാറും. അപ്പം അവിടെ പഠിക്കേണ്ട ഒരു പാട് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല കേരളത്തിൻ്റെ പൊളിറ്റിക്സ്. അത് ബംഗാളിന് ഈ പറയുന്ന BJPക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ബംഗാളിൽ BJP ഒരു കാരണവശാലും ബീഫിൻ്റെ പൊളിറ്റിക്സ് ഉപയോഗിക്കുന്നില്ല. ബംഗാളിൽ ഒരു കാരണവശാലും BJP ഗാന്ധിജിക്കെതിരെ പൊളിറ്റിക്സ് പറയത്തില്ല. കാരണം എന്താ? കാരണം ബംഗാളിൽ ഒരു സോഷ്യലിസ്റ്റ് കൾച്ചറുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോർത്ത് ഇന്ത്യ പറഞ്ഞ് എറിയും, പക്ഷെ വെസ്റ്റ് ബംഗാളിൽ പറഞ്ഞ് എറിയത്തില്ല. അതുകൊണ്ട് ബംഗാളിൻ്റെ പൊളിറ്റിക്സ് വ്യത്യസ്തമായ പൊളിറ്റിക്സാണ്. അതാണ് കേരളത്തിൽ BJP പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാട്. അല്ലെ BJPയുടെ അട്ടപടലം ഈ പറയുന്ന പല യൂട്യൂബേഴ്സ് അവിടെ ജയിക്കും, ഇവിടെ നോൺസെൻസായി പറയുന്നത്. അതായത് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ അകത്ത് റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടാകും, കാസ്റ്റ് പോളറൈസേഷൻ ഉണ്ടാകും. ഇതൊക്കെ ഫാക്ടർ തന്നെയാണ്. നിങ്ങളിപ്പം BJP പല ക്രിസ്ത്യാനികൾക്കും സീറ്റ് കൊടുത്തിട്ട് അതൊരു ഈ പള്ളിയിൽ അച്ഛനും മെത്രാനൊക്കെ പറഞ്ഞ് ആരെയും പോയി വോട്ട് ചെയ്യുന്നത്? അതൊക്കെ പഴയ ഒരു കാലമാണ്. അതൊന്നും ഇന്നത്തെ സമയത്ത് നടക്കാൻ വലിയ പാടാണ്. RSS ഇവരുടെ കേഡേഴ്സുമായിട്ട് മുന്നോട്ട് വരുന്ന വോട്ട് ചെയ്തൊന്നുമില്ല. കാരണം ഈ പറയുന്ന ഈ അനുഭാവികളെക്കാൾ ഉപരി മാസീവ് വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കും, അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അപ്പൊ ആ ക്രൂഷ്യൽ പോയിന്റിനകത്ത് പലതും വെർട്ടിക്കൽസും മാറ്റർ ചെയ്യും.
അതായത് എങ്ങനെയാണ് ഈ പറയുന്ന മോദിയെ ഹൈലൈറ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു സംഭവം ചെയ്യരുത് കേരളത്തിൽ. അല്ലെങ്കിൽ ഇത് അട്ടപടലം തെറിച്ചു പോകും, വല്ലാതങ്ങ് തോറ്റു പോകും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഘടകമുണ്ട്. കേരളത്തിലെ ഹിന്ദുക്കളും അതേപോലെ ക്രിസ്ത്യൻസും മുസ്ലിം വോട്ട് ഞാൻ പൂർണ്ണമായിട്ടും 1% പോയിട്ട് ഒരു ശതമാനം കുറച്ച് പോലും മുസ്ലിം ഒരു വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടത്തില്ല. ഇത് ചുമ്മാ പറയുന്ന കപടതയാണ്. 1-2 പേരിന് അവിടെ ഇവിടെ ആൾക്കാരുണ്ട് നടക്കുന്ന കാര്യം. പക്ഷെ ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, അതായത് ക്രിസ്ത്യൻ അതിൻ്റെ പേരുകളല്ല, അതിൻ്റെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് തന്നെ എടുക്കാം, അവരെ സ്വാധീനിക്കാതെ നിങ്ങൾ വോട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ജയിക്കത്തില്ല. കാരണം അവര് പ്രിസൈസാണ് ഈ സംഭവത്തിൽ, ഈ അറ്റാക്കും പരിപാടികളും ഒക്കെ. അപ്പം ആ ടോപ്പിക്കിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. ഈ പറയുന്ന 2020 സാബു ജേക്കബിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി, അവർക്ക് പോലും ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ട്. അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും അയാൾക്ക് സ്വാധീനമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിലും ഇതിനൊരു കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കണം. അതായത് ഇന്ത്യയിലെ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നു, അതിനെന്താണ് ബി ജെ പി കൊടുക്കുന്ന മറുപടി? അത് കിട്ടിയേ മതി. അതിനകത്ത് പഴയ പോലെ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ RSS അതുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ട് നടത്തിയ സംഭവം പിന്നീട് അന്ന് രാത്രികളിൽ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ കാത്തലിക്സ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ പ്രകടനങ്ങളാണ് രാത്രിയിൽ. പിന്നീട് അവിടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ അവർ നടത്തിയ പ്രതിഷേധങ്ങൾ, ഇതൊന്നും മറക്കരുത്. അതൊക്കെ പെട്ടെന്ന് രാത്രിയിൽ ഇതൊക്കെ ഉണ്ടായത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കഴിയുമ്പോൾ പ്രതികരിച്ചതാണ്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല എങ്കിൽ വോട്ട് കിട്ടത്തില്ല. അല്ലാതെ 2-3 യൂട്യൂബേഴ്സ്മാർ തള്ളിക്കൊണ്ടൊന്നും ഈ സംഭവം നടക്കത്തൊന്നുമില്ല. അതായത് പഴയ പോലെ നിയമ ഉറാശം കിട്ടി അതുപോലെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് അടച്ചു പോകും. കാരണം ഞാൻ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നാടാർ വോട്ട് വളരെ ക്രൂഷ്യലാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഈ പറയുന്ന കാത്തലിക്സിനേക്കാളും ഞാൻ ക്രൂഷ്യലായിട്ട് കാണുന്നത് ഈ പറയുന്ന ക്രിപ്റ്റോ ക്രിസ്ത്യൻസും, അതായത് പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ, അതായത് ഈ പറയുന്ന കാത്തലിക്സിനേക്കാളും സോളിഡായിട്ട് അവർ വരും. ഉറപ്പായിട്ട് അവർ വോട്ട് ചെയ്യും. അവരെ സ്വാധീനിക്കാൻ പഠിക്കുക. സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബി ജെ പിക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ ഒരു നിഗമനം. അല്ലാതെ ഈ പറയുന്ന ഗാന്ധിജിയെ തെറി വിളിക്കുക, ബീഫ് ഇഷ്യൂ ഉണ്ടാക്കുക, അതേപോലെ ഹിന്ദുത്വ പൊളിറ്റിക്സ് പറയുക, പശുവിൻ്റെ പൊളിറ്റിക്സ് പറയുക, ചാണകത്തിൻ്റെ പൊളിറ്റിക്സ് പറയുക, ഇതൊന്നും മലയാളികൾ അട്ടപ്പാടലും ഇത് റിജക്റ്റ് ചെയ്യും. 100% റിജക്റ്റ് ചെയ്യും. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സാണ്. എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനോട് പറഞ്ഞു കൊടുക്കുന്ന വോട്ടിംഗ് രീതികളും അൺഎഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനോട് പറയാൻ രണ്ടും വലിയ നോർത്ത് പോളും സൗത്ത് പോളുമാണ്. ഇവിടെ പാളുവാണെങ്കിൽ ബി ജെ പി പൂർണ്ണമായിട്ടും പാളിപ്പോകും.